നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ മരിച്ചോന്നറിയാനോ? നീ ഇങ്ങനെ ചെയ്യുമെന്ന് അമ്മ വിചാരിച്ചില്ല മോനെ. നിനക്കറിഞ്ഞൂടാ, അന്ന് ഇറങ്ങിപ്പോകുമ്പോ നീ എന്നോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എന്റെ നെഞ്ചി കിടന്ന് പുകയ്യ. എന്റെ 2 മക്കളെ ഞാൻ 2 തട്ടി നിർത്തിയല്ലേ? നീ ഇത്രയ്ക്ക് ദുഷ്ടനായത് എപ്പോഴാടാ? അതിനുശേഷം എന്നും രാത്രി കരഞ്ഞു ഞാൻ ഉറങ്ങുന്നത്. അപ്പൊ വഴക്കുണ്ടാക്കി വീട് വിട്ടിറങ്ങിയതാണല്ലേ? അത് പോട്ടെ, വർത്താനം പറഞ്ഞ് നേരം കളയാണ്ട് ഭാഗത്തിന്റെ കാര്യം പെട്ടെന്ന് പറഞ്ഞേക്ക്. ദിവ്യമോക്ക് അസുഖമൊന്നും ഇല്ലല്ലോ? ഇല്ല. അവളെ നിനക്കൊന്ന് കൊണ്ടുവരായിരുന്നില്ലേ? നീ പരീക്ഷ എഴുതിയോ? വല്യേട്ടൻ ഞങ്ങളൊന്നും മറന്നിട്ടില്ലല്ലേ? ഉറങ്ങിക്കിടന്ന ആ കൊച്ചിനെയും കൊണ്ടാന്ന് നീ പടിയിറങ്ങി പോയത്. പാവം കുട്ടി. അത്ര സ്നേഹമുള്ളവരായിരുന്നെങ്കിൽ ആരും എന്തേ അങ്ങോട്ടൊന്നും വന്നില്ല? ഞാനിവിടെ ഇറങ്ങിപ്പോയപ്പോ പടിയടച്ച് പിണ്ടം വെച്ചോ? സുഖു, ഞങ്ങളെ ജാതിന്ന് പുറത്താക്കിയോ? അമ്മേ, അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു സാധനമല്ല ഈ ബന്ധവും സ്നേഹമൊക്കെ. നിങ്ങളുടെ ആരുടെ സ്നേഹം ഞങ്ങൾക്കിനി വേണ്ട. പുകഞ്ഞ ഉള്ളി പുറത്തുതന്നെ നിൽക്കട്ടെ. അപ്പോ നമ്മൾ വന്ന കാര്യം പറയാൻ ഇനിയും വൈകണോ? ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രശ്നങ്ങൾ പലതുണ്ട്. അതെ, അത് വളരെ സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ക്ലാസ് പോലും ഉപേക്ഷിച്ചിട്ട് ഇദ്ദേഹത്തിന് കൂടെ വന്നത്. അച്ഛൻ മരിച്ചിട്ട് 6 കൊല്ലായി. ഞാനാണ് ഇവിടുത്തെ മൂത്തയാളെന്നുള്ള പദവി അമ്മ എപ്പോഴും എനിക്ക് തരാറുണ്ടല്ലോ. പക്ഷേ ഇക്കാലം വരെ ആ പലചരക്ക് കടയുടെ വരവ് ചെലവ് കണക്ക് എന്നെ കാണിച്ചിട്ടുണ്ടോ? അതെ, അച്ഛൻ ഉണ്ടാക്കിയതാ. ഇവനും എന്റെ ഭാര്യയ്ക്ക് മാത്രം വിഴുങ്ങാനുള്ളതല്ല. ഓ, കണക്ക് വയ്ക്കാൻ പുറപ്പെട്ടിരിക്കുകയാണല്ലേ? അല്ല, ഈ വീടിന്റെയും കടയുടെയും ഷെയർ തന്ന് എന്നെ ഒഴിവാക്കി തരണം എന്ന് പറയാൻ പുറപ്പെട്ടതാണ്. സുഖു, അപ്പോ 6 കൊല്ലായിട്ട് നിങ്ങൾ കണക്ക് കാണിക്കാറില്ല അല്ലേ? ഏയ് മിസ്റ്റർ, അത് വളരെ തെറ്റാണ്. എവിടെയാണ് കട? അത് പോട്ടെ, അച്ഛൻ മരിക്കുമ്പോ കടയിൽ എത്ര രൂപയുടെ സാധനങ്ങളുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം സെയിൽ ടാക്സ് എത്ര രൂപ കൊടുത്തു? ഈ വീട്ടിലേക്ക് എടുക്കുന്ന സാധനങ്ങളെ കണക്ക് എഴുതി വെക്കാറുണ്ടോ? അരി എവിടെ നിൽക്കണു? പഞ്ചാബിന്നോ അല്ല ബോംബെന്നോ കൽക്കട്ടയെന്നോ? നിങ്ങൾ പേഴ്സണലായിട്ട് ചെലവാക്കുന്ന കാശുകൾ എഴുതി വെക്കാറുണ്ടോ? ഉദാഹരണത്തിന് ഭാര്യയ്ക്കൊരു സാരി കൊടുത്തു, അല്ലെ അമ്മായച്ചിനും അമ്മായിമ്മേനെയും കാണാൻ പോകുമ്പോൾ ഇവിടുന്ന് കുറെ സാധനം കെട്ടി പറിക്കാൻ കൊണ്ടേ. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ ആരാണെന്ന് താൻ അറിയേണ്ട കാര്യമില്ല, പക്ഷെ താൻ ആരാണെന്നുള്ളത് ഞാൻ അറിയേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് കണക്കെടുക്ക് 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 കണക്കെടുക്കടാ. എന്റെ സുഹൃത്തിനെ നീ തല്ലിയല്ലേ? ചവിട്ടിനടുത്ത് ഇയാളെ തല്ലിയത് എന്നെ തല്ലിയതിന് തുല്യമാണ്. എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. ഈ വീട് ഞാൻ കുളം തോണ്ടും. എന്റെ ശിഷ്യന്മാരെ കൊണ്ടുവന്ന എല്ലാത്തിനും 14 പീസാക്കും. ഡാനിയൽ സാർ, സാർ, ഇതെന്താണ് പോലീസ് ഇവിടെ? ഇതാണ് സാർ പുള്ളി. മിസ്റ്റർ സുകുമാരൻ? അതെ. JK കൺസ്ട്രക്ഷനിലെ? അതെ. എന്താണ് സാർ? ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ട്. എന്തിനാണ് സാർ? പ്രതീക്ഷിച്ചില്ല അല്ലേ? മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിൽ നിങ്ങൾ കമ്പനിയെ വെട്ടിച്ചതിന്. കമാൺ സാർ, എന്റെ ഭാര്യയും കുഞ്ഞും. പറഞ്ഞിട്ട് വന്നോളൂ, വൈകരുത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നിന്റെ ജോത്സ്യം പറഞ്ഞിരുന്നു. ദിവ്യമോള് സ്കൂൾ വിട്ട് വരുന്നതിന് മുമ്പ് ഞാൻ പോവാം. അച്ഛനെ പോലീസ് കൊണ്ടുപോകുന്നത് ആ കുട്ടി കാണണ്ട. മേസ്തിരിമാരും ഒറ്റ കൊടുത്തതാണ്.
MD എഞ്ചിനീയറും വന്ന് മെറ്റീരിയൽസ് ചെക്ക് ചെയ്തു. MD എന്നെ പിടിച്ച് തല്ലുകയും ചെയ്തു. കള്ളവില്ലുണ്ടാക്കി കാശ് തട്ടിയെന്നും പറഞ്ഞ് വഞ്ചനക്കുറ്റത്തിന് ഇയാളും പൊക്കി. നാണക്കേടായിപ്പോയി. ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു കോളനിയിൽ ഇത്തരം ആൾക്കാർ താമസിക്കുന്നു അറിഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും? മറ്റുള്ളവരുടെ കാര്യം പോട്ടെ സൊലു. പ്രസിഡന്റിന്റെ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇനി അങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? അവളെ കണ്ടപ്പോഴേ ജിജി ഡാനിയൽ എന്നോട് പറഞ്ഞതാ സൂക്ഷിക്കണമെന്ന്. എന്റെ മനസ്സിൽ കളങ്കം ഇല്ലാത്തോണ്ട് ഞാനത് തീരെ വിശ്വസിച്ചില്ല. നമുക്ക് ഉടനെ ഒരു കമ്മിറ്റി കൂടി ഈ കോളനിയുടെ മാനം രക്ഷിക്കാൻ എന്താ വഴിയെന്ന് ഒന്ന് ചർച്ച ചെയ്താലെന്താ? ഞാൻ ഇപ്പോഴതങ്ങോട്ട് പറയാൻ പോവുകയായിരുന്നു. തങ്കു, ആരാ നോക്കൂ. അല്ല, ഇതാരാ? മിസ്സിസ് എഞ്ചിനീയറോ? സുലു, ദേ എഞ്ചിനീയറുടെ ഭാര്യ വന്നേക്കണു. യെസ്, എന്താ വേണ്ടത്? ചേച്ചി വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. സുഖേഷിനെ എങ്ങനെയെങ്കിലും സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം. സോറി കാഞ്ചി, എനിക്ക് അങ്ങനെ വിചാരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഇത്രയും നാണം കിട്ടിയ ഒരു സംഭവം ഇതിനു മുമ്പ് ഈ കോളനിയിൽ ഉണ്ടായിട്ടേ ഇല്ല. സുഖേഷിന് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പോലീസുകാരെ ഒന്ന് പിടിച്ചോണ്ടോ അയാളുടെ ഫോട്ടോ എടുത്ത് വെക്കാനാ? അത് വേറെ ആരോ. നോ, കുട്ടിയെ ഇനി വിശ്വസിക്കാൻ പറ്റില്ല. ഇതുവരെ പറഞ്ഞത് മുഴുവനും കള്ളായിരുന്നല്ലോ. കെട്ടിടം പണിയാനുള്ള സിമെന്റിലും കമ്പിയിലും കൃത്രിമം കാണിച്ചാൽ എന്തൊക്കെ അത്യാഹിതങ്ങൾ ഉണ്ടാവുമെന്ന് അറിയാമോ? ചിലപ്പോ കെട്ടിടൊടിഞ്ഞു വീണെന്ന് വരും, ആളി എത്തുമെന്ന് വരും. ഒന്ന് പറഞ്ഞു കൊടുക്കും എന്റെ സൊല്ലു. ചേച്ചി, എനിക്കും മോക്കും വേറെ ആരുമില്ല. ദയവ് ഇത് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഇവിടെ നിന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ കരച്ചില് സ്റ്റേഷനിൽ വെച്ചായാലേ ചിലപ്പോ പോലീസുകാർക്ക് അലിവ് തോന്നിയെന്ന് വരും. അവനവൻ എടുത്താ പൊങ്ങുന്നതേ എടുക്കാവൂ. തുമ്പിയെ കൊണ്ട് വലിയ ഉരുളങ്കൽ ഇടിപ്പിക്കാൻ ശ്രമിച്ചാൽ നടക്കുവോ? തങ്കുഞ്ഞു പോരൂ. ദേ, ആ പെണ്ണിങ്ങോട്ട് വരുന്നുണ്ട് കാഞ്ചന. ഇവിടെ നനങ്ങി പോവരുത്, പറഞ്ഞേക്കാം. എന്തിനാണാവോ? എന്തിനായാലും വാതിൽ തുറക്കണ്ട. അവറ്റകൾ തരാനുള്ള കാശ് പൊയ്ക്കോട്ടെ. ഇനിയും സഹായം ചെയ്യാൻ ഒക്കൂല്ല. എന്തായാലും വാതിൽ തുറക്കണ്ട. അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു. എന്നിട്ടാ കട്ടത്. അല്ല, നമ്മളൊന്ന് ചെന്ന് അന്വേഷിച്ചില്ലെങ്കില്? ഡാനി, സിറ്റ് ഡൗൺ. സംതൃപ്തമായ ഒരു കുടുംബജീവിതത്തിന് അനുസരണശീലം വളരെ വളരെ അത്യാവശ്യമാണ്. അകത്തേക്ക് വരൂ. എന്ത് വേണം? വേണ്ട വേണ്ട, ഈ കരച്ചിലും പിഴിച്ചിലും ഞാൻ കുറെ കണ്ടതാണ്. ഇനിയും അത് കാണാൻ എനിക്ക് താല്പര്യമില്ല. വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ പറ്റി സൂചിപ്പിച്ചപ്പോഴെല്ലാം ഈ കരച്ചിൽ കൊണ്ടാണ് നീ എന്നെ വഴിതെറ്റിച്ചത്. ക്ഷമിക്കാമായിരുന്ന ചെറിയ കാര്യങ്ങൾ പെരുപ്പിച്ച് പറഞ്ഞ് മോഹനെ, അമ്മയെ, എല്ലാരും നീ എന്നിൽ നകറ്റി. ഇനിയും നിനക്കെന്താണ് വേണ്ടത്? സുഖേട്ട, ഞാൻ മനഃപൂർവ്വം. എനിക്ക് സുഖേട്ട മാത്രമല്ലേ ഉള്ളൂ. അതെ, നിന്നെ സ്നേഹിച്ചതിനുള്ള ശിക്ഷയും നീ തന്നില്ലേ? ഒരു നുണ പറയുന്നത് പോലും മഹാപാപമാണെന്ന് ചെറുപ്പത്തിൽ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരുന്നു. ഇപ്പൊ ഞാൻ കള്ളനാ. നീയാണ് എന്നെ കള്ളനാക്കിയത്. സുഖേട്ട, പൊയ്ക്കോ. ഇനി ഒരിക്കലും നിന്നെ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. ഒരു ദിവസം നീ പത്രത്തിൽ വായിക്കും, ഏതെങ്കിലും റെയിൽ പാളത്തിൽ എന്റെ ശവം കിടക്കുന്ന വാർത്ത നീ അറിയും.